ഇറാന്റെ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത് ഒരു ബിഗ് സർപ്രൈസ് അമേരിക്കയ്ക്ക് അല്പം നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ വരുമെന്നുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയെ സംബന്ധിച്ച് 20 വർഷത്തിന് ശേഷമാണ് ഇത്ര വലിയ ഒരു തിരിച്ചടി വന്നിരിക്കുന്നത്. അതായത് അവരുടെ ഒരു ഫൈറ്റർ ജെറ്റ് ആദ്യമായിട്ടാണ് യുദ്ധ സ്ഥലത്ത് വെടിവെച്ചിടുന്നത്. ഡൊണാൾഡ് ട്രംപ് പതിവിന് വിപരീതമായിട്ട് ഈ വാരാന്ത്യത്തിൽ അദ്ദേഹത്തിന്റെ സ്വകാര്യ വസതിയിൽ പോകേണ്ടതാണ്. പക്ഷെ പോകാതെ അദ്ദേഹം വൈറ്റ് ഹൌസിൽ തന്നെ തങ്ങുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള പൊതുപരിപാടികളിൽ അല്ലെങ്കിൽ ആരെയും കാണാതെ വൈറ്റ് ഹൌസിൽ തന്നെ കഠിനാധ്വാനം ചെയ്യുകയാണെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ പറയുന്നത്. ഇത് കൂടാതെ നേരത്തെ ഇറാൻ ഭരണകൂടവുമായി ബന്ധമുള്ളവരുടെ ഗ്രീൻ കാർഡ് ഉൾപ്പെടെയുള്ള ഇമിഗ്രേഷൻ സ്റ്റാറ്റസുകൾ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റദ്ദാക്കിയതായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇതിൽ പ്രധാനം അവരുടെ IRGCയുടെ ചീഫായിരുന്ന ഖാസിം സൊലൈമനിയുടെ അനന്തരവളും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിലുള്ളവരുടെയും ഒക്കെ വിസ റദ്ദാക്കി അവരെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കങ്ങളും തുടങ്ങുന്നുണ്ട്. ഇത് കൂടാതെ ഇന്ന് അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇറാന്റെ മുതിർന്ന സൈനിക തലവന്മാരെ വധിച്ചെന്നും അതോടൊപ്പം തന്നെ ടെഹ്റാനിൽ നടക്കുന്ന ബോംബിട്ടതിന്റെ ഒരു വീഡിയോയൊക്കെ കൊടുത്തിരുന്നു. അതേസമയം ഇറാൻ പറയുന്നത് കാണാതായ ഈ പൈലറ്റിനെ കൊല്ലാനുള്ള പരിപാടിയാണ് അമേരിക്ക നോക്കുന്നത്. ആ ഭാഗത്ത് അമേരിക്ക വലിയ തോതിൽ വ്യോമാക്രമണം നടത്തുന്നുണ്ട്. ഇറാന്റെ തന്നെ 3 പേർ കൊല്ലപ്പെട്ടെന്നും ഇറാന്റെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.